വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS SSLCയിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള ടോൾ ട്രീ എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ടോൾ ട്രീ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയമാണ്. അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള ഏലിയൻ മെത്തിയാസ് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ടോൾ ട്രീ എന്ന് പറയുന്നത്. ഏലിയൻ മെത്തിയാസ് എന്ന് പറയുന്നത് അമേരിക്കൻ വുമൺ പോയറ്റ് ആണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ 4ാമത്തെ അധ്യായമായിട്ടുള്ള ടോൾ ട്രീ എന്ന് പറയുന്ന പോയത്തിന്റെ സാരാംശം എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ കണ്ട ചില ഉയരമുള്ള മരങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഗ്രാമങ്ങളിലും പൂന്തോട്ടങ്ങളിലും റോഡരികിലും നിങ്ങൾ ആ മരങ്ങളെ കണ്ടെത്തും. ഒരുപക്ഷെ പട്ടണങ്ങളിലും വനങ്ങളിലും പർവ്വത ചെരുവുകളിലും ഒരുപക്ഷെ നിങ്ങൾക്ക് അത്തരമൊരു വൃക്ഷം ഉണ്ടായിരിക്കാം. അതിനൊക്കെ പുറമെ നമ്മുടെ വീട് മുറ്റത്ത് വരെ മരങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും മരങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ? മരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിശബ്ദമായി എല്ലാവർക്കും സംരക്ഷണവും നൽകുന്നതാണോ മരങ്ങൾ എന്ന് പറയുന്നത്? കവി എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് കവിതയുടെ ബാക്കിയുള്ള സാരാംശങ്ങളിലേക്ക് പോകാം. അവൻ, അതായത് മരം, ഉയരമുള്ള മരങ്ങൾ നോക്കുമ്പോൾ അവർ തലയും കാലും ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനുമുള്ള കണ്ണുകൾ പോലും. കവി എന്തിനാണ് ഉയരമുള്ള മരങ്ങളെ മനുഷ്യനോട് ഉപമിക്കുന്നത്? കവി വേറെ വല്ലതും കാണുന്നുണ്ടോ? മനുഷ്യരും ഉയരമുള്ള മരങ്ങളും തമ്മിലുള്ള സാമ്യം എന്താണ്? ചിലപ്പോ മനുഷ്യനാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഉയരമുള്ള മരങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ശക്തവും ഉയരവും ശക്തിയുമുള്ള ഉയരമുള്ള മരങ്ങൾ പോലെയാണ് മറ്റുള്ള ജീവികളും എന്ന് കവി ആ കവിതയിലൂടെ പറയുന്നുണ്ട്. അവരുടെ കാലുകൾ നിലത്ത്. ഈ ശക്തരായ മനുഷ്യർ വിനീതരും ദയമുള്ളവരുമാണെന്ന് കരുതുന്നതാണ് കവിയുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അവരുടെ സഹായം മറ്റുള്ള ആളുകളിൽ നിന്നും നോക്കി നിൽക്കുകയും അഭയം പ്രാപിക്കുകയും ചെയ്യുന്നതായി കവി സങ്കല്പിക്കുന്നുണ്ട്. മരങ്ങൾക്ക് കാലുകൾ ഭൂമിയിലും തലകൾ ആകാശത്തിലാണുള്ളതെന്ന് കവി വീണ്ടും ആവർത്തിച്ച് പറയുന്നു. മരങ്ങൾ വളരെ വളരെ ഉയരമുള്ളതാണെന്ന് വായനക്കാരനെ കവി കവിതയിലൂടെ അറിയിക്കുന്നുണ്ട്. കവിക്ക് ഉയരമുള്ള മരങ്ങളെ നോക്കുമ്പോൾ അവ നിൽക്കുകയും മേഘങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു. അവർ കടന്നു പോകുന്നു. ആ മരങ്ങളും മനുഷ്യരെ പോലെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ആ കവിതയുടെ മൊത്തം ശ്രദ്ധിക്കാൻ സാധിക്കും. കവിതയിലെ മനുഷ്യനെയാണ് പലപ്പോഴും മരവുമായിട്ട് കവി ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കവിതയുടെ സാരാംശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവിതയിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസുകൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പാഠത്തിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള ടോൾ ട്രീ എന്ന് പറയുന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട സമ്മറികളും ആ പോയത്തിന്റെ സമ്മറികളും അതിന്റെ പ്രധാന ആശയങ്ങളുമായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലെ ആൻസറുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് പാർട്സ് ഓഫ് ദ ട്രീ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഇറ്റ് ഈസ് ഹെഡ് ആൻഡ് ഫീറ്റ്? വൈ എന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ആശയം എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യന് മരത്തിന്റെ ഏത് ഭാഗത്തെയാണ് കവി അതിന്റെ തലയും കാലുമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം, അതിൽ പറയുന്നുണ്ട് മരങ്ങൾക്ക് കാലുകളും ഭൂമിയിലും തലകൾ ആകാശത്തിലും ഉണ്ടെന്ന് കവി ഊന്നി പറയുന്നുണ്ട്, അല്ലെ? അതിന്റെ കാലുകള് ഭൂമിയിലാണ്, അതുപോലെ തന്നെ തലകൾ ആകാശത്തിലുമാണ് ഉള്ളതെന്ന് കവി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡസ് ദ ഫ്രൈസ് ഫീറ്റ് ഇൻ ദ എർത്ത് ഇൻ ദ പോയം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ട്രീ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂമിയിലെ പാദങ്ങൾ എന്ന പ്രയോഗം എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? അത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലും ആ ഒരു ആൻസർ ആണുള്ളത്. മരങ്ങൾ വളരെ ഉയരമുള്ളതാണെന്ന് വായനക്കാരനെ അറിയിക്കുക എന്നുള്ളതാണ് കവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു പ്രയോഗം കൊണ്ട്, ആ ഒരു ഫ്രൈസ് കൊണ്ട് കവി മരങ്ങളൊക്കെ ഉയർന്ന മരങ്ങളാണ് ഉള്ളതെന്ന് വായനക്കാരനെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മരങ്ങൾക്ക് കാലുകൾ ഭൂമിയിലും തലകൾ ആകാശത്തിലുമുണ്ട്. ആ തലകൾ കൊണ്ട് ആകാശത്തിലെ മേഘങ്ങളെ പരതുകയും ഭൂമിയിലെ ജനങ്ങളെ നോക്കുകയും ചെയ്യുന്നുവെന്ന് കവി
ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പാഠത്തിലൂടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 4-ാമത്തെ അധ്യായത്തിൽ പറയാനുള്ളത്. കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക.